ഡിയറസ്റ്റ് പീപ്പിൾസ് ഓഫ് നേഷൻ. ഞാൻ കേരള ടൈംസ് എന്ന മീഡിയയിൽ CP ശ്രീധരൻ സാറിൻ്റെ അവസാനത്തെ തൂലിക മകനായി പത്രപ്രവർത്തനം ചെയ്ത ഒരു വ്യക്തിയാണ്. എൻ്റെ മുന്നിൽ കേരള ടൈംസിൽ ഇരുന്ന കാലഘട്ടം മുതൽ ഒരു സബ്ജക്റ്റ് ലോക ജനതയ്ക്ക് മുമ്പിലും ലോകത്തെ ആരാധ്യ നേതൃത്വങ്ങൾക്ക് മുന്നിലും അവതരിപ്പിക്കണമെന്ന് ഒരു ചിന്ത ഉണ്ടായിരുന്നു. നിർഭാഗ്യവശാൽ അന്യം നിന്നുപോയ കേരള ടൈംസിൽ നിന്ന് ഞാൻ ന്യൂസ് ഇന്ത്യ എന്ന മറുനാടൻ മലയാളികളുടെ പത്രത്തിൽ അല്പകാലം പ്രവർത്തിക്കുകയും അതിനുശേഷം ഇന്നത്തെ ലോക അവസ്ഥയുടെ പശ്ചാത്തലത്തിൽ ഇനിയും ആ ചിന്ത എൻ്റെ മനസ്സിൽ നിന്നും അത് സ്പ്രെഡ് ചെയ്ത് എൻ്റെ മരണത്തിന് മുമ്പ് നൽകണമെന്ന് എനിക്ക് അതിയായ ആഗ്രഹമുള്ളതിനാൽ ഞാനതിനെ തുറന്നു കാട്ടാൻ ആഗ്രഹിക്കുന്നു. In front of the President of India, His Excellency, Honorable President of India, and His Excellency, Honorable Prime Minister of India, and എൻ്റെ ജന്മദേശമായ കേരളത്തിലെ എൻ്റെ സഹപ്രവർത്തകർക്ക് മുന്നിൽ ജീവിച്ച ഞാൻ എൻ്റെ നാടിന്ന് ഭരിക്കുന്ന ഹോണറബിൾ ചീഫ് മിനിസ്റ്റർ ഓഫ് കേരള, ഒരു മതവിശ്വാസിയായ ഞാൻ പരിപാലിച്ചു പോകുന്ന എൻ്റെ മതനേതൃത്വമേ മറ്റു മതനേതാക്കളെ, ലോക നേതൃത്വം നയിക്കുന്ന ലോക നേതാക്കളെ, especially to the Honorable Excellency of Roman Curia Pope. In front of him, I want to submit such a matter. ലോക ആരംഭം മുതൽ ഞങ്ങളൊക്കെ പഠിച്ച ചില മതപരമായ കഥാതന്തുവിൽ നിന്നാണ് ഞാൻ ഈ വിഷയം അവിടുത്തെ മുന്നിൽ, ഹിസ് എക്സലൻസി അവിടുത്തെ മുമ്പിൽ അവതരിപ്പിക്കാൻ ആഗ്രഹിക്കുന്നത്. അതിനു മുമ്പ് എന്നെ മഥിച്ച ഒരു ഭാരത ദർശനം ഞാനൊരു കവിതയായി ചൊല്ലിക്കോട്ടെ. ഭാരതമെന്നാൽ പാരിൻ നടുവിൽ കേവലമൊരു പിടി മണ്ണല്ല. ഇവിടെ ഞങ്ങളുടെ സമകാലിക പ്രായത്തിൽ പഠിച്ച് നെഞ്ചിലുറപ്പിച്ച ഒരു ഗാനത്തിൻ്റെ ശകലമാണ് ഞാൻ അവതരിപ്പിച്ചത്. ഭാരതം ഒരു പിടി മണ്ണല്ല ലോകത്തിൻ്റെ മുമ്പിൽ. ഭാരതത്തിൻ്റെ ദർശനം ശ്രീകൃഷ്ണ ഭഗവാൻ യഥാ ഹി ധർമ്മസ്യ ഗ്ലണീർഭവതി ഭാരത് അത്യുത്ഥാനം അധർമ്മസ്യ തഥാ സ്ഫുരണം സുജാസ്യഹം എന്ന വാക്യത്തിലൂടെ നാം പഠിച്ചവരാണ്. അതിൻ്റെ മലയാള പരിഭാഷയിൽ ഭാരതവർഷത്തിൽ ധർമ്മത്തിന് ച്യുതിയുണ്ടാകുമ്പോൾ ധർമ്മ സംരക്ഷണത്തിനായി ഓരോ അവതാരങ്ങൾ ഉണ്ടാകും എന്ന് ഞങ്ങൾ പഠിച്ചു. ഇതൊക്കെ ഈ ഹ്രസ്വമായ ഒരു പ്രഭാഷണത്തിൽ ഞാൻ എടുത്തു പറയാൻ കാരണങ്ങൾ ഉണ്ട്. അതായത് ഞങ്ങളുടെയൊക്കെ മതപരമായ പശ്ചാത്തലത്തിൽ റോമിൽ നിന്ന് നിശ്ചയിക്കപ്പെട്ട് ഞങ്ങൾക്ക് തന്നിട്ടുള്ള ബൈബിളിൽ ഇസ്ലാം മതത്തിൻ്റെ ഗ്രന്ഥത്തിൽ അതിനു പുറമെ
യഹൂദമത ഗ്രന്ഥത്തിൽ അതിനും ഉപരിയായി ഹൈന്ദവ ഗ്രന്ഥങ്ങളിലും പ്രതിപാദിക്കപ്പെട്ടിട്ടുള്ള ഒരു വിഷയം ഞാനൊന്ന് പറഞ്ഞോട്ടെ. ദൈവം മനുഷ്യന് ഒരു പർദീസ സൃഷ്ടിച്ചിട്ട് പൂഴിയിൽ നിന്ന് മെനഞ്ഞെടുത്ത് തൻ്റെ രൂപം സാദൃശ്യം കൊടുത്തുകൊണ്ട് അവനെ മനുഷ്യനായി പുരുഷനായി സൃഷ്ടിച്ചു. തൻ്റെ ഉച്ഛ്വാസവായു അവനിലേക്ക് കടത്തിവിട്ടു. അതായത് ദൈവത്തിന് തതുല്യമായ സ്നേഹപ്രകടനം തൻ്റെ ഘടനയ്ക്കൊത്തവണ്ണം മനുഷ്യനായ പുരുഷന് നൽകി. ആ വാരിയലിൽ നിന്ന് അവൻ അസ്വസ്ഥനാകയാൽ സ്വസ്ഥതയില്ലാത്തവനായി കാണപ്പെട്ടതിനാൽ അവൻ്റെ വാരിയിൽ നിന്ന് ഒരു നാരിക്ക് ജന്മം കൊടുത്ത് അവനോടൊത്ത് ചേർത്തു. പക്ഷേ ഈ പർദീസ ഭൂമിയിലാണ് വാസയോഗ്യമാക്കി ദൈവം നൽകിയത്. ഈ ഭൂമി ദൈവസ്നേഹത്താലാണ് സൃഷ്ടിക്കപ്പെട്ടത്. ആ സ്നേഹം മനുഷ്യനിൽ ആയിരിക്കണം എന്നുള്ള അവൻ്റെ സൃഷ്ടാവായ ദൈവത്തിൻ്റെ, പടച്ചവൻ്റെ, പരംപിതാ പരമേശ്വരൻ്റെ, ഏക സൃഷ്ടാവിൻ്റെ ചിന്തയിൽ വളരെ ലാഘവമായി അതിതീക്ഷ്ണമായി ഉണ്ടായിരുന്നു. പക്ഷേ എന്നാൽ മനുഷ്യൻ ദൈവത്തിൻ്റെ സദൃശ്യനായി മാറാൻ, ദൈവത്തെ ചവിട്ടി പുറന്തള്ളിക്കൊണ്ട് ദൈവത്തിന് തതുല്യനാകാൻ ആഗ്രഹിക്കുകയും പൈശാചിക ബന്ധനത്തിൽ അവൻ അകപ്പെടുകയും അവൻ്റെ ചിന്തകളെ മറ്റു വഴിയിലേക്ക് നയിക്കുകയും ഉണ്ടായി. ദൈവഹിതമല്ലാത്തത് ഭൂമിക്കെതിരെ, പർദീസയ്ക്കെതിരെ പ്രയോഗിച്ചുകൊണ്ട് ആ പർദീസയെ നിശേഷം തകർത്ത് കളയാൻ തക്കവണ്ണം അവൻ്റെ കുടുംബജീവിതം തകർത്ത് സ്വയം അവൻ ശാപമേറ്റവനായി. പല മതങ്ങളും ഇത് അടിയുറച്ച് വിശ്വസിക്കുകയും ആ മത നേതൃത്വങ്ങൾ ലോക ജനതയ്ക്ക് അത് കൈമാറിക്കൊണ്ടിരിക്കുന്നതുമായ ഒരു കാലഘട്ടത്തിലാണ് നാം ഇന്ന് ജീവിക്കുന്നത്. എന്നാൽ ദൈവം മനുഷ്യനായി നൽകിയ സ്നേഹം, മനുഷ്യൻ്റെ ഉൽപ്പത്തി മുതൽ ഈ ഭൂമിയുടെ നിലനിൽപ്പിന് വേണ്ടി ദൈവം നൽകിയ സ്നേഹം ഉന്മാദമായ അവസ്ഥയിൽ അവന് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നു. ഈ 21-ാം നൂറ്റാണ്ടിൽ, ഈ മിലേനിയത്തിൽ നാം കേൾക്കുന്ന ഓരോ പ്രശ്നങ്ങളും, കുടുംബം നവമിഥുനങ്ങൾ ഒരുമിച്ചാക്കപ്പെട്ട് ദിവസങ്ങൾക്കുള്ളിൽ അല്ലെങ്കിൽ ആഴ്ചകൾക്കുള്ളിൽ അല്ലെങ്കിൽ വിത്തിൻ എ ഫ്യൂ ഇയേഴ്സ് ഒന്നും രണ്ടും കുഞ്ഞുങ്ങളുടെ ഭാരവും താങ്ങി അമ്മമാരും ഭർത്താക്കന്മാർ വേറിട്ടും ലോകമെമ്പാടും. ആകയാൽ ടു ഹിസ് എക്സലൻസി ഓഫ് ദ വേൾഡ് you should think about you know everything, but I am asking in front of you humbly to think about the situation of the peace and the love of the God. The peace of mind and the love of the God is granted to the human, not for the other creatures. Unfortunately, we the peoples
ignoring that we are running behind the money. For making money, we are doing lot of bad habits in front of the God. The God is only one for Hindu, Muslim, and Christian, and Parsi, and everybody. The God is only one, asking to love each other. For the world organizations, ഇന്ന് എന്താണ് നടക്കുന്നത്? ഭൂമി പല പല തട്ടുകളിലാക്കി ദൈവം നൽകി മനുഷ്യന് വാസയോഗ്യമാക്കി അവിടുത്തെ പരിസ്ഥിതിക്ക് അനുയോജ്യമായ വിധത്തിൽ മനുഷ്യന് രൂപഘടനകൾ കൊടുത്തു. അതിനെ മറികടന്നുകൊണ്ട് മനുഷ്യൻ പ്രയാണം തുടരുകയാണ്, നടത്തുകയാണ്. എങ്ങോട്ട്? ജീവിതത്തിൽ അവൻ ഒന്നാമനാകണം, എല്ലാവർക്കും ഒന്നാമനാകണം. ഈ ലോകത്തുള്ള എല്ലാവർക്കും ആ രാജ്യത്തിൻ്റെ പ്രസിഡന്റ് ആകാനോ ആ രാജ്യത്തിൻ്റെ പ്രൈം മിനിസ്റ്റർ ആകാനോ സാധിക്കുമോ? വളരെ ലളിതമായൊരു ചോദ്യം ചോദിക്കട്ടെ to His Excellencies, in front of the politicians. ഇന്ത്യയെ സംബന്ധിച്ച് കോൺഗ്രസ്, ഇന്ന് പ്രതിപക്ഷത്തിരിക്കുന്ന സോണിയാജി, ഇന്ത്യൻ പ്രൈം മിനിസ്റ്റർ, ഇന്ത്യൻ പ്രസിഡന്റ്, ആൻഡ് all the state chief ministers, what we are doing for the people of India, not giving the peace and love. We are giving lot of plans for protecting their rights. But in the family, what is happening? See, this honorably, I am talking in front of you that അംബേദ്കർ എഴുതിയ ഒരു ഭരണഘടനയിൽ ഗാന്ധിജി നേടിയെടുത്ത ആ സ്വാതന്ത്ര്യത്തിൻ്റെ നിറവിൽ കെട്ടിപ്പടുത്ത ഭാരതത്തിൽ തോക്കിൻ മുനയ്ക്ക് മുന്നിൽ നിൽക്കുന്ന സാധാരണക്കാരൻ്റെ ചിത്രം മീഡിയകളിലൂടെ നാം കണ്ടവരാണ്. ഒരു MP മുന്നിൽ തോക്കുമേന്തി നിൽക്കുന്ന പല ചിത്രങ്ങളും സാധാരണക്കാരൻ്റെ മുന്നിൽ നാം കണ്ടു കഴിഞ്ഞു മീഡിയകളിലൂടെ. ഫ്രീഡം വിത്തൗട്ട് ഫിയർ, ദാറ്റ് ഈസ് വാട്ട് the Mahatmaji granted, yearned from the British people to live in India. ഒന്നുകൂടെ ഞാൻ ഉദ്ധരിച്ചോട്ടെ. ഭാരതമെന്നാൽ പാരിൻ നടുവിൽ കേവലമൊരു പിടി മണ്ണല്ല. Okay, that is the song from Kerala in Malayalam. So there is a thought is coming behind that. For what purpose that song is sung by the writer? ഭാരതത്തിലെ നാനാജാതി മതസ്ഥരും ഭാരതീയരായ വിവിധ ഭാഷകൾ സംസാരിക്കുന്ന ജനങ്ങളും ഒറ്റക്കെട്ടായി ഗാന്ധിജിയുടെ സഹനമാകുന്ന സമരമുറയ്ക്ക് മുന്നിൽ ഒറ്റക്കെട്ടായി നിന്നു എന്നുള്ളതാണ് സത്യം. ഇന്ന് എന്തിനും ഏതിനും സമരമുറകളുമായി മുന്നിട്ടിറങ്ങുന്ന രാഷ്ട്രീയ പ്രവണത നമ്മുടെ രാജ്യത്തിന് അഭികാമ്യം ആണോ? ആവശ്യം അനാവശ്യം ഒരു വ്യക്തിയെ തേജോവധം ചെയ്യുക, ഈ ലക്ഷ്യങ്ങളോടുകൂടി
നമ്മുടെ രാജ്യം മുന്നിട്ടിറങ്ങുമ്പോൾ ലോകരാഷ്ട്രങ്ങളുടെ നടുവിലെ ഭാരതത്തിൻ്റെ അന്തസത്ത എന്താണ്? ഭാരതീയരായ നാം, ലോകത്തിന് മാതൃകയാകേണ്ട നാം, തേനും പാലും ഒഴുകുന്ന നാട്ടിന് ഉടമയായ നാം, ഈ നാട്ടില് ആചാര അനുഷ്ഠാനങ്ങളെ കോർത്തിണക്കി ഐക്യഭാരത സൃഷ്ടിയിലൂടെ ജീവിക്കുന്ന നാം ലോകത്തിന് നൽകുന്ന മാതൃക എന്താണ്? ഞാനൊന്ന് ഉദ്ധരിച്ചോട്ടെ. ജവഹർലാൽ നെഹ്റു മുതൽ ഇന്ന് അങ്ങ് ഇരിക്കുന്ന സീറ്റിൽ ഇന്ദിരാഗാന്ധി ജി അടക്കം കടന്നുപോയ എത്രയോ ഔന്നത്യ എക്സലൻറ്റ് ഹോണറബിൾ പ്രൈം മിനിസ്റ്റേഴ്സ് ഇരുന്നിട്ടുണ്ട്. നമ്മുടെ പ്രസിഡൻഷ്യൽ സംവിധാനത്തിൽ പ്രഥമ പൗരനായിട്ട് എത്രയോ മഹോന്നതന്മാർ ഭാരതത്തെ ഭരിച്ചു. ഭാരതം വിഘടന കേന്ദ്രമല്ല എന്ന് അവർ തെളിയിച്ചു. ശാന്തിയുടെയും സമാധാനത്തിൻ്റെയും വെള്ളക്കൊടി പാറിപ്പറപ്പിച്ച ഗാന്ധിജി നമ്മുടെ രാഷ്ട്രപിതാവാണെന്ന ഓർമ്മ ഇന്നത്തെ രാഷ്ട്രീയ പാർട്ടികൾക്ക് ഉണ്ടോ എന്ന് ഒരു സംശയം എൻ്റെ കൊച്ചു മനസ്സിൽ ഒരു പത്രപ്രവർത്തകനായി വർത്തിച്ച എനിക്ക് തോന്നിപ്പോകുന്നു. സർ, പ്രോഫിറ്റുകൾ എന്ന ഒരു വാക്ക് ഞങ്ങളൊക്കെ വളരെ ഡീപ്പായിട്ട് പഠിച്ച ഒരു കാലഘട്ടമുണ്ട്. ദൈവം മനുഷ്യന് അഹിതമായ സംഭവ വികാസങ്ങൾ, പ്രശ്നങ്ങൾ, മനുഷ്യൻ അഹിതമായ വർത്തിത്വങ്ങളിലേക്ക് കടന്നു ചെല്ലുമ്പോൾ ദൈവം ഓരോ പ്രോഫിറ്റുകളെയും കാലാകാലങ്ങളിൽ മനുഷ്യർക്കിടയിലേക്ക് അയച്ചിരുന്നു. ആ അയക്കപ്പെട്ട പ്രോഫിറ്റുകൾ ദൈവഹിതം ജനങ്ങൾക്കിടയിൽ വന്നറിയിച്ചു. എന്തിനു വേണ്ടി? ഭൂമി എന്ന പർദീസയുടെ നിലനിൽപ്പിന് വേണ്ടി മാത്രമാണ് അന്ന് പ്രോഫിറ്റുകൾ ജനമധ്യത്തിൽ ജനസംരക്ഷകരായിട്ട് എത്തിയിരുന്നത്. ഇന്ന് പ്രോഫിറ്റുകൾ എന്ന നാമധേയം പത്രപ്രവർത്തന മേഖലയിലും മീഡിയകളിലും വർത്തിക്കുന്നവർക്കാണ് ഉള്ളത്. ആ അധികാരം നൽകപ്പെട്ടിരിക്കുന്നത് ഭാരതം. ആ അധികാരം ദുർവിനിയോഗിക്കപ്പെടുന്ന അവസ്ഥയിലേക്കും അധികാരം യഥാവിധി നടപ്പിലാക്കാൻ സാധിക്കാതെ, അതായത് ദൈവം പ്രോഫിറ്റിനെ അവിടെ നിന്ന് അയച്ചു. പകുതി വഴിയിൽ വന്നപ്പോൾ പ്രോഫിറ്റിന് ഒരു ലോറി നിറയെ പണം കിട്ടി. പ്രോഫിറ്റ് അതുകൊണ്ട് ദൈവം അയച്ച വഴി പോകാതെ വേറെ വഴിയിലേക്ക് സഞ്ചരിക്കുന്നതായ ഒരു വളരെ വ്യക്തതയുള്ള ഒരു ചിത്രമാണ് നാമെന്ന് ഈ ഭാരതവർഷത്തിൽ കാണുന്നത്. മാറ്റം പ്രകൃതിയുടെ നിയമമാണ്. ഉദ്ധരിക്കപ്പെട്ടിരിക്കുന്ന വ്യക്തി ഭാരതത്തിൻ്റെ സൃഷ്ടിയിൽ, ഭാരതവർഷത്തിൻ്റെ സൃഷ്ടിയിൽ നൽകപ്പെട്ടിട്ടുള്ള സന്ദേശം അത് മറന്നുകൊണ്ടുള്ള ജീവിത ശൈലികൾ ജനത്തിന് പ്രദാനം ചെയ്യുവാനുള്ള ഉതകുന്ന സംഭവ വികാസങ്ങൾ രാജ്യമെമ്പാടും നടമാടുമ്പോൾ രാജ്യത്തിൻ്റെ ഭരണാധിപന്മാർക്ക്, ബഹുമാനപ്പെട്ട എക്സലൻസീസ്, ഐ ആം നോട്ട് ടോക്കിംഗ് അബൌട്ട് യു or never, I am telling a truth in front of you very humbly. The world is going down and down and down
in front of the God. What is the God? We are the God. We are giving love and peace to others. The Jesus Christ, the Son of the God, came through the Kalittorith. See, Maria is give a birth without getting a proper place. He ran away here and there and get a shed of a cattle. And he gave a birth to Jesus Christ. But I am telling about what he teaches. ഈശാ നബി എന്താണ് ഈ മനുഷ്യ സമൂഹത്തിനായിട്ട് നൽകപ്പെട്ടിട്ടുള്ള സന്ദേശം? വാളെടുക്കുക, ബോംബ് ചെയ്യുക, അല്ല അറ്റം ബോംബ് വർഷിക്കുക എന്നാണോ? കാലാകാലങ്ങളിൽ ലോക ചരിത്രം രേഖപ്പെടുത്തിയിരിക്കുന്ന ഖുറാനിലും ബൈബിളിലും മഹാഭാരതത്തിലും എല്ലാം നാം ദർശിക്കുന്നുണ്ട്. വാളെടുത്തവൻ വാളാൽ തന്നെ മരിക്കുന്നു. അവൻ്റെ വളർച്ച വളരെ തുച്ഛവുമാണ്. എന്നാൽ സമാധാനം, സ്നേഹം ഇവ നമ്മുടെ കുടുംബങ്ങളിൽ നിന്നാണ് നമ്മുടെ പഞ്ചായത്തിലേക്കും നമ്മുടെ താലൂക്കിലേക്കും ജില്ലയിലേക്കും സ്റ്റേറ്റിലേക്കും കൂടെ ഏറെ പറയേണ്ട ഭാരതത്തിലേക്കും, അവിടെ ലോകത്തിൻ്റെ ഒരു പിടി മണ്ണല്ല എന്ന് പറയപ്പെടുന്ന ഭാരതം ലോകരാഷ്ട്രങ്ങൾക്ക് നൽകേണ്ട മാതൃക നാം ഇന്ന് നൽകുന്നുണ്ടോ? വേൾഡ് ഓർഗനൈസേഷൻസ് ഒരുപാടുണ്ട്. എല്ലാ രാജ്യങ്ങളെയും കോർത്തിണക്കിക്കൊണ്ടുള്ള വേൾഡ് ഓർഗനൈസേഷൻസ് ധാരാളം നമ്മുടെ ലോകത്തുണ്ട്. അതായത് ഇവിടെ നിന്ന് റോക്കറ്റ് വിട്ടാൽ നേരെ ചൊവ്വാഗ്രഹം വരെ കടന്നു പോകുന്ന സാമ്പത്തിക ശേഷിയുള്ള രാഷ്ട്രങ്ങൾ ധാരാളമുണ്ട്. നാമും അതിലേക്ക് കുതിച്ചുകൊണ്ടിരിക്കുന്ന ഒരു രാഷ്ട്രമാണ്. Yes, it is fair, fine. But, sir, dear excellencies, the honorable kingdoms, ഇവിടെ മനുഷ്യന് ഒരു നേരത്തെ നിത്യാഹാരത്തിന് കൊള്ളിവയ്ക്കാൻ ഒരു കഷ്ണം വിറകിന് കെൽപ്പില്ലാതിരിക്കുമ്പോൾ ഈ ലോക ജനതയ്ക്ക് മുന്നിൽ എന്തൊരു അപഹാസ്യമായ പ്രവർത്തനങ്ങളാണ്, കണ്ടുപിടുത്തങ്ങളാണ് നാം നടത്തുന്നത്. ഞാനൊരിക്കലും നിങ്ങളെന്ന് പറയില്ല, ഞാൻ ഉൾപ്പെട്ട നാം നടത്തുന്നത് ലോക ജനതയ്ക്ക് മുമ്പിൽ നാം നൽകേണ്ട സന്ദേശമല്ല, നാം നൽകേണ്ട വർത്തിക്കൽ പ്രവൃത്തി, ദ ഡ്യൂട്ടി ഓഫ് ദ ഓരോ നേഷനിലും വോട്ടിടുന്നുണ്ട്. ഓരോ വോട്ടേഴ്സും, ഞാനടക്കമുള്ള വോട്ടേഴ്സ് ഭൂമിയിൽ വസിക്കുകയാണ്. ഭരണ സ്വാതന്ത്ര്യത്തിനു വേണ്ടി, ഭരണ സൗകര്യാർത്ഥം ഭൂമിയെ വിവിധ തട്ടുകളിലാക്കി മനുഷ്യൻ നിർമ്മിച്ചു. ദൈവം നിർമ്മിച്ച ആ തട്ടുകൾക്ക് ഉപരിയായ തട്ടുകൾ നമുക്ക് ലഭിച്ചു ഭരണ സൗകര്യാർത്ഥം. കേരളം, തമിഴ്നാട്, ആന്ധ്ര, കർണാടക അങ്ങനെ തുടങ്ങി കാശ്മീർ വരെ, എന്തിനേറെ പറയുന്നു, ഭാരതത്തിൽ
ചേർന്നിരുന്ന മറ്റു പല രാഷ്ട്രങ്ങളും ഭാരതത്തിൽ നിന്നും അടർത്തി മാറ്റിപ്പെട്ട ഒരവസ്ഥയിൽ നിന്നും സ്നേഹമെന്നുള്ള ഒരവസ്ഥയിൽ എല്ലാ രാജ്യവും ഈ ഭൂഗോളം ഒറ്റക്കെട്ടായി നിലനിർത്താൻ രാജ്യ ഭരണാധികാരികൾക്ക് കഴിയണം. രാജ്യത്തിൻ്റെ ഭരണാധികാരം രാജ്യത്തിൻ്റെ പ്രഥമ പൗരനിൽ അധിഷ്ഠിതമാക്കുന്ന വോട്ടിംഗ് ജനം എന്ത് പ്രത്യാശയോടെയാണ് അത് ചെയ്യുന്നത്? ഭാരതത്തിലെ കൈവിരലിൽ കറുത്ത മഷി പുരട്ടുന്നു. ഇനി കറുത്ത മഷി പുരട്ടാത്ത വേറെ ഏതെങ്കിലും രാഷ്ട്രമുണ്ടോ എന്ന അറിവില്ല, ക്ഷമിക്കണം. ഈ ഇടുന്ന കറുത്ത മഷി അടയാളമാണ്. The sign of the done the voting. After the voting, we are getting a sign. എൻ്റെ കയ്യിലും ഉണ്ട്, മാഞ്ഞിട്ടില്ല. എന്നാൽ ലോകം സമാധാനത്തിൽ, ഒരു പിടി ഭക്ഷണം സമാധാനത്തിൽ, മോഷണം ഇല്ലാത്ത രാജ്യത്ത് ജീവിക്കാനുള്ള സ്വാതന്ത്ര്യം ജനത ആഗ്രഹിക്കുന്നു. ആ സ്വാതന്ത്ര്യം ലോകം മുഴുവനും അഗ്നിതുല്യമായി, അഗ്നിദേവന് തുല്യമായി പടർന്നെത്താൻ ആ സ്നേഹത്തിന് കഴിവും ശക്തിയുമുണ്ടെന്നുള്ളത് നാം വിസ്മരിക്കരുത്. അനാഥമായി കൊണ്ടിരിക്കുന്ന കുടുംബ ബന്ധങ്ങൾ വീണ്ടും വീണ്ടും, അതെ, ആ അനാഥമാകുമ്പോൾ സ്നേഹമില്ലായ്മ കൊണ്ടാണ് അനാഥമാകുന്നത്. ഒരു സ്റ്റേഷൻ അതിർത്തിയിൽ ധാരാളം കേസ് കിട്ടുന്നു. കുറേ ഉദ്യോഗസ്ഥർക്ക് രാവിലെ മുതൽ വൈകുന്നേരം വരെ ഓടി നടക്കുന്നതിനുള്ള ഒരു അവസരം ലഭിക്കുന്നു. എന്നാൽ കോടതി വളപ്പിലൂടെ ഈ വ്യക്തികൾ വർഷങ്ങളോളം അലയുന്ന അവസ്ഥ. അപ്പം അതിൽ നിന്നും വ്യത്യസ്തമായൊരു രാജ്യം, കള്ളവുമില്ല, ചതിയുമില്ല, വഞ്ചനയില്ല, പിണക്കമില്ല, അങ്ങനെ വിഭാവന ചെയ്യുന്ന ഒരു ഗാന്ധിയൻ. ഗാന്ധിജി കോൺഗ്രസ്സുകാരനാണ്, പക്ഷേ നാം എല്ലാം കോൺഗ്രസ്സുകാരാണ്. കോൺഗ്രസ് എന്ന് പറഞ്ഞാൽ ഭാരതത്തിൻ്റെ ഐക്യമാണ്. രാജ്യം ഭരിക്കുന്നവർ ധരിക്കുന്ന വസ്ത്രം, തൂവള്ള വസ്ത്രം, ആ വസ്ത്രത്തിന് ഉചിതമായ തിളക്കം തങ്ങളുടെ പ്രവൃത്തികളിലൂടെ രാജ്യത്തെ സാധാരണ ജനങ്ങളിലേക്ക് എത്തിക്കുവാൻ നമുക്ക് കഴിയുന്നുണ്ടോ? The people suffering lot of, in which way? They are not getting proper food and proper shelter. For what? They are living in the world. ജീവിതം മുഴുവൻ രോഗാവസ്ഥയിൽ കഴിയുന്ന ആയിരക്കണക്കിന് കോടിക്കണക്കിന് രോഗികൾ, വിഷലിപ്തമായ ആഹാര സാധനങ്ങൾ പാക്കറ്റ് ഫുഡുകളായിട്ട് ഭാരതത്തിൽ അങ്ങോളം ഇങ്ങോളം വിതരണം ചെയ്യപ്പെടുന്നു. അത് നിയന്ത്രിക്കേണ്ടവർ എവിടെ? ഏതൊരു ഫുഡിലാണ്, കുഞ്ഞിന് നൽകുന്ന ഫുഡിൽ വിഷലിപ്തമല്ലാത്തതായി നമുക്ക് വിശ്വസ്തയോഗ്യമായിട്ട് വാങ്ങാൻ സാധിക്കുക? നമ്മുടെ പരിതസ്ഥിതി എന്തായി? യാഥാർത്ഥ്യബോധമുള്ള, സ്നേഹമുള്ള ഭാരത പൗരനായ കേരള ജനതയെ, തമിഴ്നാട് ജനതയെ,
ഭാരതത്തിലെ ഓരോ സംസ്ഥാനത്തെ ജനതയെയും അവരുടേതായ ആ കൾച്ചറിൽ അവരുടേതായിട്ടുള്ള സംസ്ഥാനത്തിൻ്റെ യോഗ്യതയിൽ ജീവിക്കുവാൻ അനുവദിക്കുന്ന നിയമം ഡോക്ടർ അംബേദ്കർ, His Excellency is done an excellent foundation for the people of India. But unfortunately, ബ്രിട്ടീഷ് കരങ്ങളിൽ നിന്നും മോചിതമായ ഭാരതത്തിൽ നാം ഇന്ന് കണ്ടെത്തേണ്ട സമാധാനം എവിടെ? ഇന്ത്യയുടെ 3 വശവും ആഴിയാൽ ചുറ്റപ്പെട്ടിരിക്കുന്ന ആ കോസ്റ്റൽ ബെൽറ്റുകളിൽ ജീവിക്കുന്ന ജീവിതങ്ങളുടെ ആഴം എവിടെ? വെറും വാക്കുകളിൽ ഒരു ചുഴിയിൽ അടിച്ചു തകർത്ത് ദൂരെ എറിയുന്ന അവരുടെ ജീവിതങ്ങൾ കാണുന്നവരെവിടെ? മലയോര ഗ്രാമങ്ങളിൽ കൃഷിനാശത്തിലൂടെ ഏടുകളിൽ അടുക്കി വച്ചിരിക്കുന്ന കണക്കുകൾ മാത്രമാണ് നമുക്ക് പ്രാബല്യം. നമുക്ക് ഉടമസ്ഥാവകാശം. ഇന്ന് കൊറോണ നമ്മെ ബാധിച്ചു. രാജ്യാന്തര തലത്തിൽ സ്നേഹപ്രവർത്തനങ്ങൾക്ക് ഉപരിയായി ശത്രുതാ മനോഭാവമുള്ള രാഷ്ട്ര വികസനങ്ങളാണ് ഇതുപോലത്തെ മഹാമാരികൾക്ക് യഥാർത്ഥ കാരണമെന്ന് നേതൃത്വ നിരകളിലെ to His Excellencies I am requesting to give awareness for the higher authorities. My name is Jude Tadayus. When I write something inside the Kerala Times, I am writing my name is JTJ Vellayambalam. I am asking in front of you and I am reporting in front of you that such a love and peace is not getting properly the national. We are begging in front of you to give that. In front of the Pope, he is doing the lot of things for the whole national world, for peace and everything. I am JTJ Vellayambalam. We have lot of bishops and priests. Now the time of serving, like once upon a time we have lot of missionaries from Belgium and other Poland and some more Latin American countries. The missionaries came in India and they find, അതായത് നമ്മുടെ നാട്ടിൽ മാറുമറയ്ക്കാൻ സ്വാതന്ത്ര്യമില്ലാതിരുന്ന ഒരു കാലഘട്ടത്തിൽ, മഹാരാജാവിൻ്റെ കാലഘട്ടത്തിൽ ക്ഷേത്ര വിളംബരം, പ്രവേശനം, ക്ഷേത്രം തുറന്നു കൊടുക്കപ്പെട്ടു. ആ നാട്ടിലാണ് നാം ഇന്ന് ജീവിക്കുന്നത്. ആയുധം, എന്തിനും ആയുധമാണ് നമുക്കാവശ്യം, സമാധാനമല്ല. ഒരു നേരത്തെ ഭക്ഷണം. ഈ രാജ്യത്തെ ഭിക്ഷക്കാരല്ലാത്ത ഒരു രാജ്യം സൃഷ്ടിച്ചെടുക്കാൻ നമുക്ക് സാധിച്ചിട്ടുണ്ടോ? വന്ദേ ഭാരതം. കഴിഞ്ഞിട്ടുണ്ടോ? വന്ദേ ഭാരതം. നമ്മുടെ ഏത് നഗരത്തിൽ ചെന്നാലാണ് ഭിക്ഷക്കാരെ കാണാത്തത്? ഭിക്ഷാടനം തൊഴിലാക്കി മാറ്റി. അവിടെയാണ് ഭാരതമെന്നാൽ പാരിൻ നടുവിൽ കേവലം ഒരു പിടി മണ്ണല്ല, ജനകോടികൾ നമ്മെ നാമായി മാറ്റി. ഈ ഭാരതത്തിലെ ജനകോടികളാണ്
മഹാത്മാഗാന്ധിജിക്ക് പിന്നിൽ നമ്മെ നാമായി മാറ്റുന്നതിന് അണിനിരന്നതെന്ന ബോധ്യം നേതാക്കന്മാർക്ക് ഉപരിയായിട്ട് അടികൊണ്ട് ചതച്ചരയ്ക്കപ്പെട്ട, വെട്ടുകൊണ്ട് വെടികൊണ്ട് ജീവിതം ഹോമിക്കപ്പെട്ട എത്രയോ ജനലക്ഷങ്ങൾ വസിച്ച ഭാരതമാണിതെങ്കിൽ ഭാരത ജനതയ്ക്ക് താങ്ങും തണലുമാകാൻ, ലോകത്തിന് മുഴുവൻ മാതൃകയാകാൻ ലോക ജനത നൽകുന്ന അതേ എലോൺ മസ്ക് ഭൂമിയിൽ നിന്ന് ജനങ്ങളെ ചൊവ്വാഗ്രഹത്തിൽ താമസിപ്പിക്കാൻ പോവുകയാണ്. അദ്ദേഹത്തിൻ്റെ ബുദ്ധിവൈഭവം. The Honorable Excellent President of America, you should have to tell him stop the things and give the proper peace and love for the human. Because ഭൂമി ദൈവം നമുക്കായി തന്ന ഒരു വാസയോഗ്യമായ ഒരു ഭൂഗോളമാണ്. അമേരിക്കയെ ഇതിൽ നിന്ന് അടർത്തി മാറ്റി ശൂന്യാകാശത്ത് കൊണ്ടുപോകാൻ ഒരു വ്യക്തിക്ക് കഴിയുമോ? പ്രത്യേകിച്ച് ഭാരതത്തെ അടർത്തി മാറ്റി കൊണ്ടുപോകാൻ സാധിക്കുമോ? തേനും പാലും ഒഴുകുന്ന നാട്ടിലേക്കാണ് ദൈവം തൻ്റെ ജനത്തെ ആനയിച്ചത്. ഇന്നും ആ ജനത സംരക്ഷിക്കപ്പെടുന്നു. യുദ്ധത്തിലൂടെയല്ല. യുദ്ധത്തിനായി എത്തിയവർ ചെങ്കടലിൽ താഴ്ന്നുപോയി. ദൈവം രക്ഷിച്ചവരെ രക്ഷിച്ചു. ഡിയർ എലോൺ മസ്ക്, പ്ലീസ് തിങ്ക് അബൌട്ട് ദ ഗോഡ്. Don't fight against the God. So give a research. But the poor people of the world suffering lot of സുഡാനി ബാലന്മാര് ഒട്ടകത്തിൻ്റെ അമേദ്യം ഭക്ഷിക്കുമ്പോൾ എങ്ങനെ നമുക്കൊക്കെ തോന്നും സുഭിക്ഷമായി ഭക്ഷണം കഴിക്കാൻ? So that is the way we are living in India, this world, in this millennium. That is why God, the great creator of the all religions, not God is taking money from us, is giving food for us. ആ മരങ്ങളെല്ലാം വെട്ടിമുറിക്കപ്പെട്ടു, കൃഷിയിടങ്ങളെല്ലാം നികത്തപ്പെട്ടു, ഫ്ലാറ്റുകാരുടെ ജീവിതശൈലിയായി മാറിയിരിക്കുന്നില്ലേ ഭാരതം? മാഫിയകളുടെ പിടിയിലമർന്നിരിക്കുന്നു. കള്ളപ്പണം ഒഴുകുന്നു. ശാന്തിയും സമാധാനവും എവിടെ? ഇവിടെയാണ് ലോകം ആദരിച്ച വാജ്പേയിയെ ഞാനൊന്ന് അവതരിപ്പിച്ചോട്ടെ. The peace movement between India and Pakistan is done by Indian President, former Indian President, Indian Prime Minister, two of them, Indian President and Indian Prime Minister, take decision and we get a agreement that is appreciated by the world leaders. That is what ഭാരതം എന്നാൽ പാരിൻ നടുവിൽ കേവലം ഒരു പിടി മണ്ണല്ല. ആ പ്രവർത്തനം നമ്മുടെ ഭാരതത്തിന് ശ്രേയസ്സും അന്തസ്സും ആഭിജാത്യവും കൊടുക്കുന്നു. സമാധാനത്തിൻ്റെ ഉറവിടമാണ് ഭാരതം. കേരള ജനത
വിദ്യാഭ്യാസപരമായിട്ട് വർഷങ്ങൾക്ക് മുമ്പ് തന്നെ ഭാരതത്തിലെ ഒന്നാമത്തെ സ്ഥാനം നേടിയെടുത്തു. ഒരു കുട്ടിക്കാലത്ത് ജവഹർലാൽ നെഹ്റുവിൻ്റെയും ഇന്ദിരാഗാന്ധിജിയുടെയും ഭരണം കാതോർത്ത് കണ്ണുകൾ കൊണ്ട് കുളിർമയോട് കണ്ട ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. പ്രത്യേകിച്ച് EMS നമ്പൂതിരിപ്പാടിൻ്റെ ഭരണം. അന്ന് ഞങ്ങൾക്കൊക്കെ കറണ്ട് ബില്ല് കുറവ് ചെയ്തു തരുമായിരുന്നു സർ. ഇന്നോ എല്ലാം ഞങ്ങളുടെ സമ്പാദ്യത്തെ മൊത്തത്തിൽ സർക്കാരിൻ്റെ ഖജനാവിലേക്കെന്നുള്ള ഒരു അവസ്ഥയിലേക്ക് രാജ്യത്തിൻ്റെ പൊളിറ്റീഷ്യൻസ് നയിച്ചു. ആരാണ് സർക്കാർ? ഭാരത ജനതയാണ്. തിരഞ്ഞെടുക്കപ്പെട്ട ഉദ്യോഗസ്ഥ സ്ഥാനാർത്ഥികളാണ് ഭാരതത്തെ ഭരിക്കുന്നത്. ലോകത്തിന് മുന്നിൽ ലോകം ഭരിക്കേണ്ടതും ജനതെരഞ്ഞെടുപ്പിലൂടെ വരുന്ന അമേരിക്കൻ പ്രസിഡന്റ് അല്ലെന്നുണ്ടെങ്കിൽ ബാക്കിയുള്ള ഓരോ രാജ്യത്തിൻ്റെയും പരമോന്നത പീഠത്തിലിരിക്കുന്നവർ ജനഹിതമാണ് ചെയ്യുന്നത്. ദൈവഹിതവും ജനഹിതവും ഒന്നാണെന്നുള്ള ബോധ്യം ബഹുമാനപ്പെട്ട എക്സലൻസീസ്, I am not talking too much. We can talk next time. സംഭവാമി യുഗേ യുഗേ. നിലനിൽപ്പിന് വേണ്ടിയല്ല നാം പിടയ്ക്കുന്നത്, നിലനിർത്തപ്പെട്ട ഭൂമിയുടെ നിലനിൽപ്പാണ് നമ്മുടെ പിടച്ചിൽ. ഓക്കെ, താങ്ക് യു സർ, താങ്ക് യു വെരി മച്ച്.